ഹലോ, വിശ്വനാഥ തിയേറ്റേഴ്സ്, വക്കച്ചൻ ഹിയർ. മെയ് 15 ഒന്ന് നോക്കിക്കോട്ടെ, പ്ലീസ് ഹോൾഡ് ഓൺ. അയ്യോ, എന്റെ പള്ളി അന്ന് ഡബിൾ ആണല്ലോ. 24 വരെ ഫുള്ളാ. അയ്യോ, ഒരു ഒഴിവില്ലല്ലോ. മതി, ആലോചിച്ച് പറഞ്ഞാ മതി. ആ ശരി, റൈറ്റ്. എടാ അഹമ്മദേ, നീ എന്താടാ കഞ്ചാവുന്ന കോഴിയെ പോലിരിക്കുന്നേ? എന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ചു, ആശുപത്രിയിലാ. എടാ, വീട്ടിൽ ചെന്നാലേ മര്യാദക്കിടന്ന് ഉറങ്ങണം. അഗ്രഹം എന്തിയേ? ഇവിടെ പിരുന്നാണല്ലോ. അതുകൊണ്ട് വാ. മാലവ്യമ്മ പോലെ ആരെ കളിക്കാനാ? ഇവിടെ കളിച്ചോണ്ടിരുന്നാ മതിയോ? പോകണ്ടേ? ഒന്ന് എഴുന്നള്ളാൻ നോക്ക്. എന്റെ അമ്മണിക്കുട്ടി, നീയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. ഞങ്ങൾ എല്ലാവരും റെഡിയാ വക്കച്ചൻ ചേട്ടാ. ആ മഞ്ജു ബാത്റൂം വരെ പോയിരിക്കുക. അവക്ക് പെട്ടെന്നൊരു വയറുവേദന. എന്താ അവക്ക് മാസത്തിൽ 2 വയറ്റ് വേദന? എന്നെ ടെൻഷൻ ആക്കില്ല പ്ലീസ്. ആ വന്നല്ലോ, പോവാൻ നോക്ക്. പോകൂ പോകൂ പോകൂ. ഹലോ ഹലോ, എത്തി എത്തി. ഹലോ, വിശ്വനാഥ തിയേറ്റേഴ്സ്. ആ വക്കച്ചൻ, വണ്ടി വിടാൻ പോവാ. ഒന്നും പേടിക്കണ്ട ആശാനെ, ഞങ്ങൾ ഉടനെ എത്തും, ഉടനെ എത്തും. ശരി, ഓക്കെ, താങ്ക് യു. എന്നെ വിടത്തില്ലേ ദൈവമേ. യെസ്, വിശ്വനാഥ തിയേറ്റേഴ്സ്. അതെ വക്കച്ചൻ. അയ്യോ, ഗർജനം കൊടുക്കുന്നില്ല. ആ മലമ്പുഴ വേണോ? മലമ്പുഴ അവാർഡ് സ്കോറിംഗ് സാധനമല്ലേ. വിശാലാക്ഷിയോ? സൂപ്പർ ഹിറ്റ്, ഒഴിഞ്ഞ കളിയാ. തരാം, വിശാലാക്ഷി തരാം. ശരി, ആ ഡേറ്റ് നോക്കിക്കോട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ. ഈ വക്കറ്റ് സാർ കിടന്ന് തൊള്ള പൊട്ടിക്കുന്ന എന്തിനാ? പെരപ്പങ്കോടും പോൾരാജ് റഷീദും ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ? വേറെ ഒരു നടന്മാരില്ലാത്ത പോലെ. നീ ഒരിക്കൽ പ്രഭാകരൻ പോളൊന്നും വന്നില്ലേ? ഇല്ല. തുടങ്ങി ഒരു സിഗരറ്റ് വലി. അതങ്ങ് ദൂരെ കളഞ്ഞ റഷീദേ. അമ്മണി കൊച്ചമ്മനകത്തുള്ളവരെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇത് തീർന്നിട്ടേ കളയുന്നുള്ളൂ. സിഗരറ്റിനൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? ഓ, എന്റെ ഒരു ഗതിയോട് നോക്കണേ. ഭരതൻ സാറും IVCC സാറും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ചെല്ലാൻ. ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഹീറോയിൻ വേഷമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓ, അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല. ഇയാൾ ആരും അമലയോ അതോ ഭാനുപ്രിയോ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു. ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമലേ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓടി ആശുപത്രി പോകരുത് പ്ലീസ് പ്ലീസ്. ആ വണ്ടി വിട്ടോ, വണ്ടി എടുക്കേ. അതിനെല്ലാവരും എത്തണ്ടേ? എന്റെ കർത്താവ്, അവന്മാർ ഇനി എത്തിയില്ലേ? മണി എത്രയെന്ന് അറിയാവോ? അയ്യോ, രണ്ടും നായകന്മാരാണല്ലോ. ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ. എവിടെയാണെങ്കിലും അവന്മാർ എത്താതെ പോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഈയിടെയായിട്ടെ ചിലവന്മാർ കോറ് എല്ല് കൂടിയിട്ടുണ്ട്. അവന്റെയൊക്കെ അമ്മയുടെ 16-ന് പോയിരിക്കുക. ഒരുത്താണ് ഞാൻ ദിഗ്ഗം വെച്ച് കയറിയേനെ. ഓ, പക്കത്തെ ചേട്ടനെ കൊള്ളാഞ്ഞിട്ടാ, വേറെ ആളെ കിട്ടാത്ത പോലെ. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി. അവന്മാര് വരും. എടാവേ, നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട കേട്ടോ. അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോയുടെ നാടകമേ ഞാൻ എഴുതും. അത് കാണാൻ ആര് വരും? ആക്കല്ലേ ആക്കല്ലേ, എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. കർത്താവേ, എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ. ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. ഇതെടുത്തോട്ടെ. പ്രഭേ, ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാട്ട് പാടുന്നുണ്ടാവും. ഭരണിപ്പാട്ടോ പൂരപ്പാട്ടോ ഡിസ്കോ പാട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ, നമുക്കെന്താ. കറക്റ്റ്. മണി 11:30 ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഒത്തിരി വെയിറ്റ് ഇട്ട് പോയാൽ മതി. അതെ. വെയിറ്റർ, 2 ഐസ്ക്രീം. നിർത്ത്. നിന്റെ ഇതിനുള്ള കാശുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ
ഞാൻ മതി മതി ഉള്ളത് നക്കി തിരിച്ച് പോവാൻ നോക്ക്. എടാ പോളെ, നാടകത്തിൽ 2 ലീഡിംഗ് റോള് ചെയ്യുന്ന നടന്മാരില്ലേ നമ്മള്, എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ? അതെ, അയ്മന അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ കയ്യിലുണ്ടോ? അതാ. എവിടെ 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 എത്തിയോ? എനിക്കെന്തോ വലിയ അപകടം വരായിരുന്നതാ. നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ അത് മാറി കിട്ടി. എന്തോ 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 വന്നു കയറിയതാ. ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാല് പിടിച്ച് മറന്നുപോയോ? എന്നും വെച്ച് നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ? വേണ്ട, കിടക്കണ്ട. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ്. ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോവും. ഇപ്പൊ 4 മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത്. ഇനി 3 മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും. അതെ, ഇവന്റെ മുഖത്തോട്ട് നോക്ക്. ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടക്കി പോലെ. എന്റെ മുഖത്തോട്ട് നോക്ക്. ഓരോ ദിവസം കണ്ണ് ചെറുതായി വരിക. മതി മതി, വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. വണ്ടി കയറൂ പ്ലീസ് പ്ലീസ്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, ഇന്ന് 2 കളിയുണ്ട്. ഒന്നാമത്തെ നാടകം കഴിയുമ്പം ആരും മേക്കപ്പ് കഴിക്കേണ്ട, ഡ്രസ്സും മാറണ്ട. അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ, പ്ലീസ് പ്ലീസ്. മനസ്സിലായല്ലോ? പിന്നൊരു കാര്യം, ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി. അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട. ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ. പറയൂ പറയൂ പ്ലീസ്. ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ. നിന്റെ കാര്യം എന്നാ പറഞ്ഞത്? പ്ലീസ്. പോള് ഇവനാ വിഴുങ്ങുന്നത്. ഞാൻ ഡയലോഗല്ലേ വിഴുങ്ങാറുള്ളൂ, സീൻ മൊത്തത്തിൽ വിഴുങ്ങാറില്ലല്ലോ. പ്രഭയും പോളും ഇങ്ങനെ തുടങ്ങിയാലോ? നിങ്ങൾക്കൊന്ന് സഹകരിച്ചുകൂടെ? ഞങ്ങളെ വിട്ടേക്ക്. അമ്മിണി ചേച്ചി ചേട്ടനുമായിട്ട് അങ്ങ് സഹകരിച്ചാ മതി. അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ. അമ്മേ, എനിക്ക് ഇന്നെങ്കിലും ആ സത്യം അറിയണം. പറയൂ, എന്റെ അച്ഛൻ ആരാണ്? നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ. നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. നിന്റെ അച്ഛനാണ് വിശ്വം. വിശ്വനാഥൻ. വിശ്വനാഥൻ. എനിക്ക് 2 അച്ഛന്മാരുണ്ട് അമ്മേ. ഇല്ല മോളെ, വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര്. ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വം. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേ? സെൻട്രൽ ജയിലിൽ. അതെ മോളെ, എന്റെ അച്ഛൻ സെൻട്രൽ ജയിലിലാണ്. എന്റെ വിശാലം, എന്റെ വിശ്വട്ടാ, ആരാണ് നീ മനുഷ്യൻ? മോളെ, ഇത് നിന്റെ അച്ഛൻ. മോളെ വിശ്വനാഥൻ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ, സിംഹക്കൂട്ടിൽ എലിക്കെന്ത് കാര്യമടാ? വാക്കുകൾക്ക് കടിഞ്ഞാനെടുത്തതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. കടിഞ്ഞാണില്ലാത്ത കുതിരയാടാ ഞാൻ. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെറ്റി വിശ്വം. ഇത് മൂർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്. കാക്കിയിട്ട ചെകുത്താനെ, നിരപരാധിയെ ക്രൂശിക്കാൻ നീ അവിടെ മനുഷ്യൻ. നിർത്തു വിശ്വനാഥൻ. കുഞ്ഞുനാളിൽ എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആ ഗുരുനാഥൻ ഇന്ന് എന്നോടൊപ്പമില്ല. വിശ്വനാഥൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്താറില്ല. കുലദ്രോഹി എന്തു പറഞ്ഞാ പട്ടി. ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കരുത്. എടാ, എന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നത് സ്റ്റേജ് വെച്ച് കണ്ണക്കുറ്റി കടിച്ചാണോടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ വക്കച്ചൻ പറയുന്നത്? പൊസിഷൻ മാറി ഇന്ന് ആർക്കായാലും അടി കൊള്ളും. ഒരടി കൊണ്ടാൽ എന്ത് വേണ്ടു? സീൻ കലക്കിയില്ലേ? എന്തൊരു കയ്യടിയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഞാൻ കാശും തരണം, നിന്റെ ഒക്കെ തല്ലും കൊള്ളണം അല്ലേടാ? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അത് കൊള്ളാലോ. ഈ കണക്കിന് ഒരാളെ കുത്തുന്ന സീനാണ് നിങ്ങൾ ശരിക്കും കുത്തിക്കൊല്ലുവോ? ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മണി ചേച്ചിക്കാണല്ലോ. ഒരുമാതിരി തമ്പുരാലി പറയുന്നത് കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? തല്ലുവോ? തല്ലടാ. തനിക്ക് ധൈര്യമുണ്ട് 1 പ്രാവശ്യം കൂടി വിളിച്ചു നോക്കണം മാപ്പിളെ. അടിച്ചെന്നെ മോന്ത്ര ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓഹോ, നീയൊക്കെ എന്നെ തല്ലാറായല്ലേ? ഇനി നിന്നെയൊക്കെ വെച്ച് നാടകം കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒതുക്കണ വണ്ടി. എറണാകുളത്ത് നീയൊക്കെ എന്ത് വിചാരിച്ചു? 2 കളി ഉള്ളതുകൊണ്ട് ഇത് പോക്കൃത്രം കാണിക്കാൻ വന്നു.
എല്ലാ വെളിയില് ഓട്ട വക്കറ്റിനിട്ട കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ. അറിയാതെ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. എടാ ഇറങ്ങാനാ പറഞ്ഞത്. ആ അങ്ങനെ പേടിപ്പിക്കാതെ. ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത്. ഉണ്ടടാ, വേറെ നല്ല ട്രൂപ്പുകളുണ്ട്. പക്ഷെ നിന്നൊന്നും ഒറ്റ ദിവസം നിർത്തില്ലടാ. ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ പീച്ചാണിക്കാട് അമ്പലത്തിലെ രണ്ടാം കളി എങ്ങനെ കളിക്കും? വേണ്ട, നാടകം കളിക്കണ്ട. അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം. പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല. എല്ലാ പുറത്ത് നമ്മളിങ്ങനെ തല്ലി ഒന്നാങ്ങളുടെ പൈസ പിടിക്കണം. ആ പൈസ ഞാൻ പറഞ്ഞു. രണ്ടാം കളി പീച്ചാനിക്കാട് നിന്റെ അപ്പം വന്ന് കളിക്കൂടെ പന്നി. ശരിയല്ലേ? യെസ് എസ് ഐ ഹിയർ. സാർ സാർ നൈറ്റ് പെട്രോൾ ഉണ്ട് സാർ. സാർ ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയും ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത്. സാർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വിരട്ടിയാണ് മോഷണം നടത്തിയത്. സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത്. സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ? അയാൾ നമ്മളൊന്ന് വിരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡ് കളി കളിക്കും? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും. നാണം ഉണ്ടോ അയാൾക്ക്? നാണമില്ലാത്തോണ്ട് അതിൽ പൈസയുണ്ട്. അയ്മൻ അമ്മണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട്. ഒരു കളിക്ക് സർവ്വ ചെലവും കഴിച്ച് 1500 രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മൾ കേറരുത്. നമ്മളില്ലാതെ വക്കച്ചൻ എങ്ങനെ നാടകം കളിക്കുന്നു കാണുന്നുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ ഇതില്ലെങ്കിൽ സൂര്യസോമിലൊക്കെ APS-ലേക്ക് കയറി രക്ഷപ്പെടും. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല. ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും. ഒന്നിലും ശരിയായില്ലെങ്കിൽ മലയാളം TV സീരിയലിൽ അഭിനയിക്കും. വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. സ്വല്പ നേരം നമ്മളെ കാണാതെ അയാൾ വിരലട്ട. വാ നമുക്ക് ഇങ്ങോട്ട് കാണാം. വരുന്നുണ്ട്. അതിനെ 25 രൂപ കൂടുതൽ എന്നാലും നാളെ മുതൽ കളിക്ക് വരുള്ളൂ എന്ന് പറയാം. ഞാൻ വരട്ടുന്നത് നീ നോക്കിക്കോ. മോക്ക് ഭ്രാന്തില്ല. എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്ത ചതിയായത്. ആരായി കൃഷ്ണകുമാർ? ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടറാ. യമുനയുടെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത് ആശുപത്രിയിൽ സ്വയംബോധം കൊണ്ട് നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കളെന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത്. കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരില്ല എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എനിക്കും എന്റെ മോക്കും വേറെ ആരുമില്ല. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മയെ ഞങ്ങൾ വിചാരിച്ചാൽ. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട്. പക്ഷെ ടൈമില്ല. ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ. ഇന്ന് കാസർഗോഡ്, നാളെ പാറശാല, മറ്റന്നാൾ. അമ്മേ ഞങ്ങള് എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാ മതി. എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെ രോഗം മാറുന്നത്? എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഈ പറയുന്ന തന്നെ രോഗത്തിന്റെ ലക്ഷണം. ദയവായി ഇതൊന്ന് പോകാമോ? ആ മരുന്ന് ഞാൻ കൊടുക്കാം. നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത്. നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും. അച്ഛൻ്റെ അല്പം വയലനാണ്, സൂക്ഷിച്ചോണം. സെല്ലെടുത്തേക്ക്. യമുനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത്. അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം. ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല.
ഭ്രാന്താശുപത്രിയിൽ നിന്ന് യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുവോ? ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ട്രേസ് ചെയ്ത് പിടിച്ചാലോ? എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാമല്ലോ. നിങ്ങളെപ്പോലെ രണ്ടാമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം. അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം, കാശ്, സാമ്പത്തികം, ബഡ്ജറ്റ് കാര്യത്തോട്ടുന്നതിനാ? കാര്യം പറയട്ടെ. കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. എന്താ? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പൊ കാണുന്നേ? എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ ഉടനെ പൊയ്ക്കോളാം. പക്ഷെ ഒരു കാര്യം, മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു പോയി ആളുകൾ അറിയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ആ. ചെല്ല്. തോമസ്. സർ, സെൽ നമ്പർ 4 പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ. അതേറെ നിർത്തി സംസാരിപ്പിക്കണ്ട, വേഗം പറഞ്ഞിട്ടേക്ക്. ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനൊരു വിധി. ആരുടെ കാര്യമാ? ആ 4-ൽ കിടക്കുന്ന കുട്ടിയില്ലേ, യമുന, അതിന്റെ അമ്മ വന്നിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കരഞ്ഞൊക്കെ മതി. അധിക നേരം ആരും ഇവിടെ നിർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ, ഡ്രസ്സൊക്കെ ബെഡിലുണ്ട്. കഥ തുറക്കും ഭാഗത്തെടുത്ത് വെച്ചോ. അമ്മ നാളെ വരാം. എടാ പോളെ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പമുണ്ടാവാനാ? അല്ല, ആ ഡോക്ടർ അയാളുടെ അച്ഛനും ഒക്കെ ഇവിടുത്തെ വലിയ പ്രമാണിമാരാന്നല്ലേ പറയുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട. രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ, മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചോണ്ട് കിടക്കാൻ. അതല്ല, 2 എണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി. യമുനയെ നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. എങ്ങനെ? നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിലും നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല, പറ. ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ അപ്പം